ന്യൂസ് 18 സംഘം അങ്കോളയിലാണുള്ളത്. അവിടെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ ഒക്കെ ആ സ്ഥലത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ്. ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഇതുവരെ വലിയ രീതിയിൽ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ രാത്രി മലയിടിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് ആളുകളെ ഒഴിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ലോറി ഉടമ മനാഫ് നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. ശ്രീ മനാഫ്, പ്രതീക്ഷ ഏറെയാണ്. ലോറി പുഴയിലില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷ വളരെ വലുതായി തന്നെയുണ്ട്. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം നടക്കുമെന്ന വിവരങ്ങൾ വരുന്നു. അത് ആശ്വാസകരമാണോ? അതെ 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 ഇപ്പൊ IG പറഞ്ഞിട്ടുണ്ട്, രാത്രി ഇനിയും മഴ വരുന്നവരെ എന്തായാലും ഇത് ചെയ്യുമെന്ന് പറഞ്ഞേ, മണ്ണെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ ഉപയോഗിച്ച് ലോറി എവിടെയുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള മെറ്റൽ ഡിറ്റക്ടറിന് ആകെ എന്താണ് 2 ഫൂട്ട് താഴ്ചയുള്ള സാധനം മാത്രമേ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, അതായിട്ട് ഇവരെല്ലാരും കൂടി ആ മലന്റെ മുകളിൽ കയറിയ ടൈമിന് അതുവരെ ഇല്ലാത്തൊരു കാറ്റും മഴയും വന്നതിനോണ്ട് എല്ലാരും ഇറങ്ങി ഓടി. അതിന്റെ ഇടയിൽ ഒരു നല്ലൊരു വലിയൊരു പീസ് മലന്റെ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് താഴോട്ടേക്ക് വന്ന്. അപ്പൊ അതുകൊണ്ട് അത് പിന്നെ അതിന് ട്രൈ ചെയ്തിട്ടില്ല. ഏതാണ്ട് 3 ആൾ പൊക്കത്തിൽ ഈ മണ്ണുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പല റിപ്പോർട്ടുകൾ കൂടുതലുണ്ടാവും. അതെ, 3 ആളിന്റെ കൂടുതലും പൊക്കത്തിലുണ്ടാവും. ഇപ്പൊ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രഷർ കാരണം ആ മണ്ണ് തുടരുതെന്നാണ് ജിയോളജി വിഭാഗം പറഞ്ഞത്. പിന്നെ എന്നിട്ടും റിസ്ക് എടുത്തിട്ട് ഒരു കേരളത്തിന്റെ ഒക്കെ ഒരു പ്രഷർ കാരണം എന്താണ് മേലേന്ന് ഒരു 12 ഫൂട്ട് ഹൈറ്റില് ജസ്റ്റ് മണ്ണെടുത്ത് നോക്കാന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. അതിന്റെ ഇടയിൽ വണ്ടിന്റെ ഒരു ഷേപ്പിലുള്ള ഒരു കുന്നുണ്ട്, ചെറിയൊരു കുന്ന് മാതിരി അയക്കിന്. ആ കുന്ന് ഏകദേശം ആ കുന്നാണ് ഇപ്പൊ മണ്ണെടുത്തും കൊടുക്കണേ. ഈ JCB ഒക്കെ ഉപയോഗിച്ചുള്ള മണ്ണെടുപ്പാണോ നടക്കുന്നത് അവിടെ? അതെ 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 ഇപ്പം ഇതുവരെ ഒരു 3 or 4 JCB മാത്രം ഉള്ളിടത്ത് ഇപ്പം 7 or 8 JCB ആയി മാറിക്കുന്നു. അതൊക്കെ ഇപ്പം കേരളത്തിലുള്ള എല്ലാരും കൂടി പ്രയത്നിച്ചതിന്റെ ഫലമായിട്ടാണ് ഇപ്പം വേണ്ടിയ മാതിരി JCB ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. മനാഫ്, അല്പം മുമ്പ് അവിടെ നിന്ന് എല്ലാവരെയും ഒഴിപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഇത് ലാൻഡ് സ്ലൈഡിങ് ഇരുടാണ് ഇവിടെ ഫുള്ളായിട്ട്. ഇരുടാണ്, കോട മഞ്ഞാണ്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഇടയിൽ ആ ലാൻഡ് സ്ലൈഡിങ് ആവുകയാണെങ്കിൽ കാണാൻ പോലും കഴിയൂലേ. അതുകൊണ്ട് അവിടുന്ന് മാറാൻ വേണ്ടി പറഞ്ഞു. മനാഫ് ഇപ്പോ എവിടെയാണുള്ളത്? ഇപ്പൊ SP കൂട്ടിക്കൊണ്ടുപോവാണ് സ്റ്റേഷനിലേക്ക്. ഇതുവരെ ഞങ്ങളെ പരാതി ഇതുവരെ ആരും സ്വീകരിച്ചില്ലേനു. ഞങ്ങള് 16-ാം തീയതി മുതൽക്കേ പറയുന്ന ഒരു കാര്യമാണ് FIR ഇട്ട് ആള് മിസ്സിംഗ് ആണെന്നുള്ള കാര്യ. അതൊന്നും ഇടാന് ഇത്രയും ദിവസം തയ്യാറല്ലേ. ഇനി ഇപ്പം SP എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് FIR ഇടിപ്പിക്കാൻ കൊണ്ടുപോകും. അല്പം മുമ്പ് വരെ മനാഫ സംഭവ സ്ഥലത്തുണ്ടായിരുന്നല്ലോ. ഇതിൽ ഇപ്പോൾ ലോറിയുടെ ഷേപ്പിൽ ഒരു മൺകൂന എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രതീക്ഷയുണ്ട്, അതാകുമോ എന്നത്. അത് IG ഈ JCBന്റെ മുകളില് ഹെഡ് ഉണ്ടല്ലോ, JCBന്റെ ഹെഡിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ JCB ഹെഡ് പൊന്തിച്ചിട്ട് ഒരു കാൽക്കുലേഷൻ ചെയ്തതാ. അത് ഈ മൺകൂനയിൽ ഏറ്റവും പൊക്കമുള്ള ഭാഗത്താണോ അതോ പൊക്കം കുറഞ്ഞ? അതെ അതെ, ഏകദേശം ഒരു ചെരിഞ്ഞും കൊണ്ട് ഒരു സാധനം നിക്കണ മാതിരി അവർക്ക് തോന്നുന്നുണ്ട്. അത് അവിടെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മണ്ണ് നീക്കം നടക്കുന്നത്. അതെ, അത് 2 JCB 2 സൈഡിൽ കൂടി ആയിട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇപ്പൊ ലാസ്റ്റ് ഉള്ള ഇത്. ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ഘടകം അവിടുത്തെ കാലാവസ്ഥയായിരുന്നു. മാത്രവുമല്ല കാലാവസ്ഥ ഭയങ്കര തണുപ്പാണ്, ഭയങ്കര കോടാണ്. മഴപ്പം നിന്നിക്കണ്. ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്നു. കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. ഈ മലന്റെ മുകളിൽ നിന്ന് വെള്ളച്ചാട്ടാണ് വന്നുകൊണ്ടിരിക്കണേ. വെള്ളം ഭയങ്കര ഫോഴ്സിൽ വെള്ളം വന്നു. അതന്നെ ചില സ്ഥലത്ത് ഈ ഇപ്പം ഇടിഞ്ഞ മലന്റെ നടുന്നൊക്കെയാണ് വെള്ളം
പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് പോലീസുകാർക്ക് എല്ലാവർക്കും പേടിയെ. ഇപ്പോ ഈ മഴ പെയ്യുന്നത് കുറഞ്ഞപ്പോൾ അതിന്റെയും ശക്തി കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അതിനൊന്നും കുറവില്ല. അതും കുറവില്ല. അതേമാതിരി പുഴയിലുള്ള ഒഴുക്കിനും ഒരു കുറവില്ല. പുഴയില് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള 10 ഡൈവേഴ്സ് വന്നിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പുഴയിലുള്ള കാര്യം. ഇപ്പോ ഏറ്റവും ഒടുവിൽ ആരൊക്കെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്? നേവി തെരച്ചിൽ നടത്തിയിരുന്നു നേരത്തെ. നേവി 2 മണിക്കൂർ തെരച്ചിൽ നടത്തി. ഞാൻ പറഞ്ഞല്ലോ, നേവിക്ക് ഡൈവേഴ്സിന് അതിലിറങ്ങിയിട്ട് ഒന്നും കാണൂല, ചളിവെള്ളമാണ് മൊത്തം. ഒന്ന്. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അടിയൊഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാണുമ്പോ തന്നെ പേടിയാവും. കര കവിഞ്ഞിട്ടാണ് ആ പുഴ ഒഴുകണത്. പിന്നെ പിന്നെ നാഷണൽ ഡിസാസ്റ്റർ ഫോഴ്സ് അതുണ്ട്, സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫോഴ്സ്. ഓരോ 2 വിഭാഗം ആളുകളുണ്ട്. ഏകദേശം 100 ആളുകൾ ഉണ്ട്. ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. രാത്രി രക്ഷാപ്രവർത്തനം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ അതെ. ഇനിയിപ്പോ നമ്മളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് രക്ഷാപ്രവർത്തനം നിർത്തുമോ അതും അറിയില്ല. കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. സ്റ്റേഷന്റെ അവിടെ ഉള്ളത് മുന്നിലുള്ള ഭാര്യ സഹോദരൻ ജിതിൻ അവിടെ ജിതിൻ താങ്കൾക്കൊപ്പം ഉണ്ടോ? ഹലോ മാഡം, അർജുന്റെ ഭാര്യ സഹോദരൻ സംഭവ സ്ഥലത്തുണ്ടായിരുന്നല്ലോ, അദ്ദേഹം താങ്കൾക്കൊപ്പം ഉണ്ടോ? അതെ അതെ, ഞങ്ങൾ എല്ലാരും ഒപ്പരാള്. ഓക്കെ, എന്തായാലും നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കാം. രാത്രിയും രക്ഷാപ്രവർത്തനം നടക്കുന്നു എന്നതാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ